ജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചിൽ കയറ്റി വെക്കാൻ പോകുന്നതും സ്വീകരിക്കാൻ പോകുന്നതും നെവിനെയാണ്. അടിച്ച് വെളിയിലെറിയാൻ പോകുന്നത് ലക്ഷ്മിയെയും ബിന്നിയെയാണ്. വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മോർണിംഗ് ടാസ്കിനിടയിൽ പറഞ്ഞിരിക്കുന്ന സാധനം ചെറിയ ചെറിയ അടികളും അതുപോലെ തന്നെ കനലുകളുമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു ടാസ്ക്കാണ്, കുത്താൻ പറ്റിയ ലെവലിലുള്ള ഒരു ടാസ്ക്കാണ്. രാവിലെ തന്നെ നെവിൻ കലിപൊട്ടി ഇരിക്കുകയാണ്. കാരണം ഫാൻസ് എല്ലാം കൂടി നെവിൻ്റെ അടുത്ത് പാത്രം കഴുകാൻ പറഞ്ഞ് ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ രാവിലത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? പ്രേക്ഷകർ ആരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും, ആരെയൊക്കെ തള്ളിക്കളയും, ആരെയൊക്കെ ഓർത്ത് വയ്ക്കും, ആരെയൊക്കെ മറന്നു പോകും. ലൈവിൽ രാവിലെ 8 മണി മുതൽ 10:30 വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ഇന്ന് രാവിലെ മോർണിംഗ് സോങ് തിങ്കളേ പോ തിങ്കളേ, അതാണ് പാട്ട്. ഫാൻ സോണിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. നിശ്ചിത സമയത്തേക്ക് ഒരു ദിവസത്തെ മുഴുവൻ വെസലുകളും കഴിവേണ്ടത് നെവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെവിൻ ആകെ മൊത്തം പ്രാന്തളവാണ്, പോയി കഴിവുന്നുണ്ടെന്നാലും ബസർ ടു ബസറാണ് കേട്ടോ. പിന്നീട് ഈ പറയുന്ന പോലെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. വീട്ടിലെ നോർമൽ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. ഈ പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഫെയിം ഉണ്ടാവും. കുറേ പേരെ സാധാരണ എല്ലാവരും ഓർത്ത് വയ്ക്കും, കുറേ പേരെ മറന്നു കളയും പ്രേക്ഷകർ. അങ്ങനെ ജനങ്ങൾ എപ്പോഴും നിങ്ങളിവിടെ വെച്ചിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ജനങ്ങൾ ഓർത്ത് വെക്കുന്നത് ആരെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ മറന്നു പോകുന്നത് തള്ളിക്കളയുന്നത് ആരെയൊക്കെ ആയിരിക്കും. അപ്പോൾ കാരണസഹിതം പറയുന്നു. ഷാനവാസ് പറയാണ് അനീഷിനെ എല്ലാവരും ഓർത്ത് വെക്കും. റിയൽ ആണോ എന്നറിയില്ല, ഫേക്ക് ആണോ എന്നറിയില്ല. അനീഷിന്റെ സുപ്രഭാതം എന്തായാലും ആരും മറക്കാൻ പോകുന്നില്ല. ഒരു കിടിലൻ ഗെയിമറാണ് അനീഷ് എന്ന് പറയുന്നത് ശരിയാണ്. ഷാനവാസ് പറഞ്ഞ പോലെ അനീഷിന്റെ സുപ്രഭാതം ഒന്നും തന്നെ മലയാളികൾ മറക്കാനൊന്നും പോകുന്നില്ല. ദെൻ അടുത്ത് ലക്ഷ്മിയാണ് ഓർത്ത് വെക്കാത്തത്. പ്രഹസനം, സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് മാത്രം, ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്ക്, ഒനീലിനെ പോലെ ഒരാളെ, ഒരു നിരപരാധിയെ ക്രൂശിക്കുക, ഇതൊന്നും ആൾക്കാർ നിന്നെ മറന്നു പോകും. അതുകൊണ്ട് തന്നെ അടുത്ത അക്ബർ പറയുന്നു നെവിനെയാണ്. കാരണം നെവിനെ ഒന്നും ആരും മറക്കില്ല, അത്രത്തോളം എൻ്റർടൈനിങ് ആണ് നെവിൻ കൊടുക്കുന്നത്. അടുത്ത ലക്ഷ്മിയാണ്, പുഞ്ചിരി വരെ ദാനമായിട്ട് കൊടുക്കുന്ന ലക്ഷ്മി ആരും ഓർക്കാൻ പോകുന്നില്ല. അടുത്ത നെവിൻ പറയുന്നു അനുമോളയാണ്. കാരണം ആരും മറക്കില്ല, കാരണം ഞാൻ എവിടെയുണ്ടോ ഞാനാണല്ലോ താരം, ഞാൻ എവിടെയുണ്ടോ അവിടെ കുത്തിത്തിരിക്കുന്ന ഈ അനുമോൾ, ഓൾറെഡി ഇവള് ഫേമസ് ആണ്. പിന്നെ നൂറ എല്ലാവരും മറന്നു പോകാൻ സാധ്യതയുണ്ട്, ചില സമയം മാത്രമാണ് നൂറ ആക്റ്റീവ്. അടുത്ത അനീഷ്, ആദിലയും നൂറയും എല്ലാവരും ഒരുപോലെ ഓർത്ത് വയ്ക്കും. സാധാരണക്കാരായി ഇവിടെ വന്ന് ഈ 2 ലെസ്ബിയൻസും ജീവിക്കുമ്പോൾ അവരുടെ ഒത്തിരി പരിശ്രമിച്ചാണ് അവരിവിടെ എത്തിയത്. ഓർക്കും കേരളീയ സമൂഹം സ്വർണ്ണ ലിപികളാൽ എഴുതിയ തങ്ക നൂലിനാൽ നിങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവെക്കുന്നു പറഞ്ഞ എൻ്റെ പൊന്നെ മാസ ഡയലോഗാണ്. അപ്പോൾ ബിന്നിയാണ് ഓർത്ത് വെക്കാത്തത്. ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് പോലെ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ മറന്നു പോകും. അടുത്ത ലക്ഷ്മി, നെവിനെ എല്ലാവരും ഓർത്ത് വയ്ക്കും. ക്ലാസിക് ഡയലോഗുകൾ, നെവിൻ ഇവിടെ വന്നിട്ടുള്ള ഉദ്ദേശം കൺവേ ചെയ്ത് കഴിഞ്ഞു. മൾട്ടി ടാലൻ്റാണ്, കുക്ക് ചെയ്യും, അതുപോലെ ഫാഷൻ ഡിസൈനറാണ്, ഫാഷൻ കൊറിയോഗ്രാഫറാണ്, പിന്നെ ഒരു ചിത്രകാരനാണ്, എല്ലാം ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാണ്. അടുത്ത് നൂറയെ മറക്കുമ്പോൾ ഒന്നും ഇവിടെ പറയുന്നൊന്നുമില്ല. ആദിലയുടെ നിഴൽ മാത്രമായിട്ടാണ് നൂറ നിൽക്കുന്നത്. ആദില പറയുന്നു അനുവിനെയാണ് എല്ലാവരും ഓർത്തിരിക്കാൻ സാധ്യത. കണ്ടന്റ് ഇവിടെ 10-35 ദിവസം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിം ആയിക്കോട്ടെ, ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. പിന്നെ കരച്ചിലൊക്കെ ഇവിടെ ഡ്രമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുവിനെ ഓർത്ത് വയ്ക്കും. പിന്നെ ലക്ഷ്മിയുടെ സംഗതി ഏൽക്കുന്നുമില്ല, ലക്ഷ്മിയുടെ ഒരു സംഗതി എടുക്കുന്നുമില്ല. വന്നപ്പോഴുള്ള സ്റ്റാൻഡല്ല, പിന്നെ അതിനുശേഷമുള്ള സ്റ്റാൻഡല്ല, ഇപ്പം മാറിക്കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ലക്ഷ്മി ആൾക്കാർ മറന്നു പോവും. ദെൻ നൂറ, സാബുമേനെ എല്ലാവരും ഓർത്ത് വെക്കും. അവൻ്റെ വെറൈറ്റി ചിരി, സംസാരം, യുണീക്നെസ് എല്ലാം പ്രേക്ഷകർ ഓർത്തിരിക്കും. ലക്ഷ്മി ആരും ഓർക്കില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല, നെഗറ്റീവ് ഷെയ്ഡ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ബിന്നി പറയുന്നു നെവിനെ എല്ലാവരും ഓർത്ത് വെക്കും. കാരണം നെവിൻ്റെ ചിരി അതുപോലെ തന്നെ എൻ്റർടൈനിങ് ഒക്കെ തന്നെ. പിന്നെ ആദിലെയാണ് എല്ലാവരും മറക്കാൻ സാധ്യത. മനസ്സിൽ കൊണ്ട് നടന്ന് അനാവശ്യമായിട്ട് ലക്ഷ്മി ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇരുന്ന് തട്ടുന്നുണ്ട്. അടുത്ത ആര്യൻ പോകുന്നു, നെവിനെ എല്ലാവരും ഓർത്ത് വയ്ക്കും, എൻ്റർടൈൻ ആടി ചാടി തുള്ളി നടക്കുന്നുണ്ട്. അടുത്ത സാബുവിനെ എല്ലാവരും മറക്കും, ഒന്നുമില്ല ഇവിടെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല. സാബുമാൻ, ആര്യനെ എല്ലാവരും ഓർത്ത് വയ്ക്കും. കാരണം നോർത്ത് ഇന്ത്യൻ മലയാളി ഏറ്റവും ഇവിടെ വന്നപ്പോൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി, നല്ല അഭിനയിക്കാൻ കഴിവുണ്ട്. പെൺകുട്ടികളപ്പോൾ ഫാൻസ് ഉണ്ടാവും. ടാസ്കിൽ നല്ല മികവാണ്, ഇവൻ ടോപ്പ് 5 എത്തുമെന്ന് തോന്നുന്നു. ബിന്നി ആൾക്കാർ മറക്കാൻ സാധ്യതയുണ്ട്. കാരണം ബിന്നി എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യത ഉള്ള ഒരാളാണ്, ഒരു സൈഡ് ക്യാരക്ടറായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്ത അനു, ഷാനവാസിനെ എല്ലാവരും ഓർത്ത് വയ്ക്കും. ഇവിടെ ഇമ്പാക്റ്റ് ഉള്ള പോലെ ഇവിടെ ഇമ്പാക്റ്റ് ഉള്ള പോലെ തോന്നി, മാസ് ഡയലോഗുകൾ പറയുന്നുണ്ട്. പിന്നെ ബിന്നിയെ ഓർത്ത് വയ്ക്കുമെന്ന് തോന്നുന്നില്ല, സ്വന്തമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കും ഏറ്റവും കൂടുതൽ പേര് ഓർത്ത് വയ്ക്കുന്നത്, ഏറ്റവും കൂടുതൽ പേര് മറക്കുന്ന ആരായിരിക്കും? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ സീസണിൽ ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ പേര് ഓർത്തു വെക്കുന്നതും ചിരിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഒക്കെ
നെവിനെ തന്നെ ആയിരിക്കണം. നെവിൻ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എന്റർടൈനിങ് ചെയ്യിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇനി എത്രയൊക്കെ നമ്മൾ ഹല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നെവിൻ്റെ കുറേ എന്റർടൈനിങ് ഫാക്ടേഴ്സും ഉണ്ട്. പിന്നെ നിലവിൽ ഇപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ആരെ ആയിരിക്കാം മറന്നു പോകാൻ സാധ്യത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം നിൽക്കുന്നത് വെച്ച് എനിക്ക് ലക്ഷ്മി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. സാബുമാൻ്റെ ചിരിയൊക്കെ കൊണ്ടെങ്കിലും ഇപ്പോൾ ഫാൻ പേജസ് നിറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്ക് ആകെ മൊത്തം ലക്ഷ്മിക്ക് ഇരിക്കുന്ന സപ്പോർട്ട് ഞാൻ കണ്ടിടത്തോളം ആൻറ്റി LGBTQ സപ്പോർട്ട് മാത്രമാണ് നിലവിൽ ലക്ഷ്മിക്കുള്ളത്. വേറെ ഗെയിം കളിക്കുന്നതുകൊണ്ട് ലക്ഷ്മി ആരും സപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മക്കളെ. ലക്ഷ്മിക്ക് ഗെയിം കളിക്കുന്നതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആൻറ്റി LGBTQ സപ്പോർട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി തന്നെ ആയിരിക്കും മറക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബിന്നി എന്ന് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിന്നിയൊക്കെ ഏഷ്യാനെറ്റിൻ്റെ പ്രോഡക്റ്റാണ് ബിന്നി. അടുത്തിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സീരിയൽ കിട്ടും. ബിന്നിക്കൊക്കെ നല്ല ഫെയിം അതിന് ശേഷം ഉണ്ടാവും. പിന്നെ ആദില നൂറ ഓൾറെഡി നല്ല ഒരു പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാനവാസ് ഓൾറെഡി കുങ്കുമപ്പൂതാ ഇപ്പോഴും ആൾക്കാർ മറന്നിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2015-ലോ 2012-ലോ ഉള്ളതാണ്. അത് മറന്നിട്ടില്ല. അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഇമ്പാക്റ്റ് ഇനിയും പോകും ഒരു 10-15 കൊല്ലം കൂടി. ഓക്കെ, അപ്പം അക്ബർ പാട്ടുകാരനാണ്. അപ്പോൾ അതെന്തായാലും നിലനിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അനീഷിൻ്റെ ഈ വേലകളൊക്കെ കൊണ്ട് തന്നെ അനീഷ് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അങ്ങനെയാണ്. ആര്യനും സിനിമകളൊക്കെ കിട്ടി, നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയെല്ലാം ഉണ്ടാവും. അനു ഓൾറെഡി ഫെയിമാണ്, ഇപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി ഫെയിമായി. അപ്പോൾ അനു മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ലക്ഷ്മി മാത്രമേ ഇതിനകത്ത് ഫെയിം ആകാം, അല്ലെങ്കിൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.